ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ആം ഹോൾ കർവാണ്. അതിനു വേണ്ടി ആം ഹോൾ ഡെപ്ത് ലൈൻ വരയ്ക്കണം. അതിനായി അപ്പർ ബോഡി ഡിവൈഡഡ് ബൈ 6. നമുക്കിവിടെ അപ്പർ ബോഡി 34.5 ആണ്. അതേ ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 5.75. ഇത് താൽക്കാലികമായിട്ട് മാത്രം മാർക്ക് ചെയ്യുന്ന ഒരു മെഷർമെൻ്റാണ്. കാരണം നമ്മൾ ആം ഹോൾ കർവ് മെഷർ ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ 5.75 ഇവിടെ മാർക്ക് ചെയ്തു. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഡീപ്പ് നെക്ക് ആവുമ്പോൾ നമ്മൾ ഷോൾഡർ ഒരുപാട് കുറയ്ക്കുമ്പോൾ അതേ ആം ഹോൾ ഡെപ്ത്ത് ഇവിടെ വെക്കാൻ പാടില്ല. ഒരു 1/2 ഇഞ്ച് നമ്മൾ, കാരണം ഷോൾഡർ നമ്മുടെ ആക്ച്വൽ ഷോൾഡർ ഇവിടെയാണ്. ഷോൾഡറിൽ നിന്ന് ഏകദേശം 1.25 ഇഞ്ച് ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആം ഹോള് അത്രയും ഉള്ളിൽ പോയാൽ ബ്ലൗസ് ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ആം ഹോള് 1/2 ഇഞ്ച് കൂട്ടി വെക്കണം ഇവിടെ. അതായത് ഷോൾഡർ ലൈൻ നമുക്ക് എത്രയാണോ 5.75, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് വെക്കുമ്പോൾ 6.25 വെക്കണം. ഇനി നമ്മുടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആം ഹോൾ ഡെപ്ത് ലൈനിൻ്റെ മിഡ് മാർക്ക് ചെയ്യാം. ആം ഹോൾ കർവ് വരച്ചു. ഇനി ഇത് കറക്റ്റാണോ നോക്കണമെങ്കിൽ നമ്മുടെ ആം റൗണ്ടിൻ്റെ അളവെടുക്കണം. ആം റൗണ്ടിൻ്റെ കൂടിയും അതേപോലെ 0.5 ഈസ് അലവൻസ് ആഡ് ചെയ്യണം. ഈസ് അലവൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. ഡിവൈഡഡ് ബൈ 2 7.5. ഈ 7.5 ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ ലൈനിലൂടെ എപ്പോഴും മെഷർ ചെയ്യാൻ പാടില്ല. എവിടെയാണോ സ്റ്റിച്ച് വരിക അവിടെയാണ് മെഷർ ചെയ്യുക. എനിക്ക് 8 വരുന്നുണ്ട്. ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നു. അപ്പം നമുക്കൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി വരയ്ക്കാം. പഴയ കർവ് മായ്ച്ച് കളയാം. അതിനുശേഷം അഗെയിൻ നമ്മൾ ഇതിൻ്റെ മിഡ് എടുക്കണം. ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് 7.5ഉം ഒരു പോയിൻറ്റും വരുന്നുണ്ട്. ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് ഈ ലൈനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ആം ഹോൾ കർവ് മെഷർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. ആം ഹോളിൻ്റെ ഫിറ്റിങ്സ് കറക്റ്റായിരിക്കും. താങ്ക് യു.